നമസ്കാരം. എൻ്റെ മകളാണ് അനന്യ സുധീഷ്. ചോദ്യങ്ങളായിട്ട് ആൾ വന്നിരിക്കുകയാണ്. വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അച്ഛാ, ഈ വീടുകളിൽ ബാധയുണ്ട്, അല്ലെങ്കിൽ ചില വീടുകളിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ ദുരന്തം പോലെ വരിക, നെഗറ്റീവ് എനർജി വരിക, അല്ലെങ്കിൽ ആത്മാക്കളുടെ പ്രസൻസ് ഫീൽ ചെയ്യുക. ഇപ്പം നമ്മൾ സിനിമകളിലൊക്കെ ആണെങ്കിലും പലതിലും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഒരു കോൺസെപ്റ്റിൽ. അതായത് വീട്ടില് പ്രേതം, അങ്ങനെ ബാധ, അതൊക്കെ ശരിക്കും ഉള്ളതാണോ? അതുള്ളത് തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ, പ്രേതം, ആത്മാവ് അല്ലെങ്കിൽ ബാധ എന്നൊക്കെ പറഞ്ഞത് കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റണ്ട? ഇല്ലല്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണില്ലേ പല കാര്യങ്ങളും? ചില സമയങ്ങളിൽ നമുക്ക് രാത്രി സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പലതും നമുക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചെവി കൂടി ഒരു സാധനം കയറി അങ്ങനെ പോണതും കാറ്റടിക്കണതും അങ്ങനെ പല അനുഭവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മോണിറ്റർ ചെയ്താൽ മനസ്സിലാവും. ചില സംഗതി ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും അല്ലേ? ഉണ്ടായിട്ടുണ്ടാകാമല്ലോ. ഇല്ല, ബട്ട് നെഗറ്റീവ് എനർജി പോലെയൊക്കെ ചില സ്ഥലത്ത് ഫീൽ ചെയ്യും. ചില ആൾക്കാരെ കാണുമ്പോൾ തോന്നൂലേ, കാണുമ്പോൾ ഇവൻ എന്തോ നെഗറ്റീവാണ് അല്ലേ? അതായത് അവൻ നെഗറ്റീവ് അല്ല, അവൻ്റെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അതാണ് പോയിന്റ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് എവിടെ നിന്ന് പോവാം, അവിടെ ശരിയാവണില്ല അല്ലേ, തോന്നണില്ലേ? എന്തുകൊണ്ടാണ്? അവിടുത്തെ എനർജി നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു അത്രയും കഴിവേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതെന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? ഉറപ്പായിട്ടും അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മഹാകാളി ഹീലിംഗ് എന്ന പരിപാടിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ നമ്മളൊരു വീട് പണിയുന്നു അല്ലേ, ഭൂമിയിൽ വീട്, നമ്മൾ സ്ഥലം മേടിക്കുന്നു. അപ്പോൾ നമ്മളുടെ തന്നെ സ്ഥലം അല്ലേ, നമ്മുടെയാണ് ഭൂമി. നമ്മുടെയാണ് ആ ഭൂമി? അല്ല. ഈ ഭൂമിയിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റണ്ട? ഇല്ല. ഇനി ഇപ്പോൾ നമ്മൾ ഈ വീടിരിക്കുന്ന സ്ഥലം, ഈ വീടിരിക്കുന്നത് ഒരു 50 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുന്നേ ഇവിടെ എന്തായിരുന്നു നമുക്കറിയോ? ഇല്ല. ചിലപ്പോൾ അതൊരു ചുടലപ്പറമ്പാവാം, ശവപ്പറമ്പാവാം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അവിടെ സാധ്യത അമ്പലം ഉണ്ടായിട്ടുണ്ടാവും, പഴയ പുരാതന കാലത്ത് ക്ഷേത്രം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർപ്പക്കാവായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതേപോലെ ഒരാളെ കൊലപാതകം നടത്തിയ സ്ഥലം പോയിന്റ് ആയിരിക്കാം, ഒരാളെ കുത്തിക്കൊന്നൊരു പോയിന്റ് ആയിരിക്കും, ഒരു ആത്മഹത്യ ചെയ്തൊരു പോയിന്റ് ആയിരിക്കാം അല്ലേ. അപ്പോൾ നമുക്കതൊന്നും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയൊന്നും കഴിവൊന്നും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ അപൂർവം ചില ആളുകൾ, നല്ല ഇൻഡ്യൂഷനൊക്കെ ഉള്ള, തേടയൊക്കെ ഉള്ള ഓപ്പണായിട്ടുള്ള ആൾക്കാർ, ചില തച്ചുശാസ്ത്രന്മാർ, നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അവർ ആ ഭൂമിയിൽ വന്ന് നിന്നാൽ പറയും ഈ ഭൂമിയിൽ നിന്ന കാര്യങ്ങളുണ്ടെന്ന്. അങ്ങനത്തെ ഒരാളുണ്ട്, അറിയാമല്ലോ, നമ്മുടെ ഹരിച്ചേട്ടൻ, അറിയാമല്ലോ, കണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അപൂർവം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ നാഗദോഷം, ഇപ്പോ അങ്ങനത്തെ കുറെ സംഭവങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നാഗത്തിന്റെ ദോഷങ്ങളുള്ള ഈ സ്ഥലത്ത് സർപ്പക്കാവും. അതാണ് ഞാൻ പറഞ്ഞത്. പോയിന്റ് അതാണ്. അപ്പൊ ഇത്ര സ്ഥലത്താണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥാനം കണ്ട് കുറ്റിയടിച്ച് വീട് പണിയുന്നു അല്ലേ. വാസ്തുശാസ്ത്രം കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് വീട് വെക്കുന്നത്. പക്ഷേ കണക്കും കാര്യങ്ങളൊക്കെ ശരിയാണ്, ഒരു കുഴപ്പമില്ല. ഒരാരും ഒന്ന് നോക്കിയാലും കറക്റ്റ് കണക്കാണ്ടാന്ന് പറയും. പക്ഷേ ഇതിരിക്കണ സ്ഥലം അല്ലേ, ആ സ്ഥലത്ത് എന്താണ് അതിൻ്റെ അടിയിലുള്ളത്, ആ ഭൂമിയിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ഭൂമിയുടെ താഴത്ത് എന്താണുള്ളത് എന്നുള്ളത് ആരും നോക്കുന്നില്ല. കഴിവുള്ള തച്ചുശാസ്ത്രജ്ഞന്മാർക്ക് അറിയാം എന്താണെന്നുള്ളത്. അവർ നോക്കിയിട്ടാണ് അത് അവിടെ വീട് വെക്കേണ്ടതെന്ന് പറയും, അല്ലെങ്കിൽ വേണ്ട വീട് വെക്കാൻ പറ്റിയ ഭൂമിയിൽ അതൊരു പ്രത്യേകം പറയും. പക്ഷെ നമ്മളെന്താണ്, നമ്മുടെ എഞ്ചിനീയർമാർ സമ്മതിക്കുമോ? ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയും അല്ലേ. പക്ഷെ അതിൽ കയറി താമസിക്കും. എഞ്ചിനീയർ വീടും പണിയോട് സ്ഥലം വിടും. പക്ഷേ താമസിക്കുന്ന ആരാണ്? അത് പൈസ മുടക്കി മേടിക്കുന്ന ആൾ. പക്ഷേ അവനവിടെ കയറി താമസിച്ച് കഴിഞ്ഞിട്ട് അവന് ദുരിതങ്ങൾ തുടങ്ങിയത് കുറച്ചാൾ. ആദ്യത്തെ 10 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓടിപ്പോകും വണ്ടി. അത് കഴിയുമ്പോൾ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഓട്ടോ ആയി ഞങ്ങളോടും, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒരാൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ 10 പേരെടുത്ത് പോയാലും 10 ആൾക്കാർ 10 രീതി പറയും. കാരണം വ്യക്തമായിട്ടുള്ള ധാരണ ഒന്നും ആൾക്കൊക്കെ ഉണ്ടാവില്ല അതിനെപ്പറ്റി. പക്ഷേ ഇയാളുടെ ലൈഫ് മുഴുവനും ഇതിൻ്റെ പുറകെ ഓടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കണം. അത് മാത്രമല്ല, ഇത് കൂടാണ്ട് വേറെ സാധനം ഉണ്ട്, അത് പറഞ്ഞുതരാം. ചില ശക്തികളുടെ സഞ്ചാരം, നാഗത്തിൻ്റെ സഞ്ചാര പഥമുണ്ട്. നമ്മൾ കേട്ടല്ലേ, ഈ വിളക്ക് ലൈറ്റ് പോലെ സാധനം ഇങ്ങനെ പോവും, കേട്ടണ്ട? അങ്ങനെ സാധനം കേട്ടല്ലേ? അതിന് പല പേരും പറയും, ഇങ്ങനെ ഈ തേരുവാഴ്ച എന്നൊക്കെ പറയും. പഴയ അങ്ങനത്തെ ചില വാക്കുകളുണ്ട്, ശരിക്കും എനിക്ക് അറിവുള്ള എൻ്റെ പേര്. അങ്ങനത്തെ ചില വാക്കുകളൊക്കെ ആൾക്കാർ പറയും. ഒരു ലൈറ്റ് ഇങ്ങനെ പോകും സമയത്ത്, രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 2:30 മണിക്ക്, അങ്ങനെ ഒരു സമയങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ അതുണ്ട്, ഉള്ളതാണ്. പിന്നെ അച്ഛൻ ചെറുപ്പത്തിൽ എപ്പോഴോ പറഞ്ഞുള്ള ഒരു ഓർമ്മയാണ്, നമ്മള് വൈകിട്ട് പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അച്ഛൻ എന്തോ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു ഓർമ്മ. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പുറത്തിരുന്ന് കഴിക്കാൻ പാടില്ല, കഴിക്കണമെങ്കിൽ അകത്തോട്ട് പോകുമ്പോൾ കുറച്ച് ഫുഡ് നമ്മൾ പുറത്തോട്ട്. അതങ്ങനെയല്ല, പറഞ്ഞുതരാം. വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ വീടിനകത്തിരിക്കുന്ന കഴിക്കുമ്പോൾ അത്രയും ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല. വെളിയിലോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മളിരിക്കുന്ന സ്ഥലത്ത്, നേരത്തെ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്, നമ്മളിരിക്കുന്നത്, നമ്മളിപ്പോൾ 2 പേരുമാണ് ഇരിക്കുന്നത് വിചാരിക്കുന്നു.
അല്ല, ഇവിടെ വേറെ എമർജൻസി പലതൊക്കെ അവിടെ നിൽക്കണ്ടാവും, നമുക്ക് കാണില്ല, നമുക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിവ് ദൈവം തന്നാലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, ശരിയല്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ അതിൽ 2 പാമ്പോടെ നിൽക്കണുണ്ടായി നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? പേടിച്ച് ഇവിടുന്ന് ഓടൂലേ? അല്ലെങ്കിൽ ഒരു ദൈവം വന്ന് നിൽക്കണുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓടൂലേ? ഒരു രാഷ്ട്രസമ്മന്റെ പോലത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിവ് തരാത്തത്, ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ശക്തികൾ ഭൂമിക്ക് വെളിയിൽ നമ്മൾ എന്താണ് സന്ധ്യ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വീടിന് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ രാത്രിയിലും ഉണ്ടാവട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫുഡ് കഴിച്ച് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി വീണ് കഴിക്കരുത്. ഒരു ശകലം ഫുഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ വളരെ മാറ്റി അങ്ങനെ ടേബിളിൽ വെക്കാം. എന്നിട്ട് നമ്മൾ പറയാം കഴിച്ചോളൂ 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 എന്ന് പറയാം 3 പ്രാവശ്യം. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ വൈകുന്നേരവും രാത്രി സമയങ്ങളിലും പറയാൻ കാരണം എന്താണ്? അത് ആ സമയങ്ങളിലാണ് ഈ ശക്തികൾ ഇറങ്ങുന്നത്. അവർക്ക് ശക്തി പ്രാപിക്കുന്നതും രാത്രികളിലാണ് അവർ കൂടുതൽ സഞ്ചരിക്കുന്നത്. പകൽ സമയത്ത് കുഴപ്പമില്ല. സന്ധ്യ വാങ്ങി കഴിഞ്ഞാൽ അതല്ലേ പഴയ കാരണന്മാർ പറയണത്, സന്ധ്യ വാങ്ങിയാൽ പുറത്തേക്ക് ഇറങ്ങരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പോയി നിൽക്കരുത്, ഇവിടെ പോയി നിൽക്കരുത്. നമ്മൾ ഭയം വരും, ഈ ശക്തികൾ നമ്മളെ ഭയപ്പെടുത്തും. ഈ ഭയപ്പെടുത്തുമ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ വലിയ കുഴപ്പമുണ്ടാവില്ല, നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു ശകലം മാറ്റം. ഇപ്പം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ്? വൈകുന്നേരം നൈറ്റ് ലൈഫാണ് അല്ലേ? ആള് ഫുഡ് അടിക്കണപ്പോഴാണ്, രാത്രിയാണ്. രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാലാണ് ലൈഫ് തുടങ്ങണത്. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം നമുക്കുണ്ടാവും? രാത്രി സമയങ്ങളിൽ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ദോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ആൾക്കാർക്കുള്ളത്. ഈ നമ്മുടെ റഷ്യക്കാർ 6 മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കത്തില്ല. അവർ ആരോഗ്യത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ? നല്ല ആരോഗ്യവന്മാരായിട്ടുള്ള ആൾക്കാർ റഷ്യക്കാർ. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് പ്രായോഗികമല്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്താരോടും പറയാറില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ട് 7 മണിക്ക് 8 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കണം അല്ലേ? പക്ഷെ പരമാവധി നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഈ അസമയത്ത് ഈ രാത്രി 11 മണിക്കും 2 മണിക്കൊക്കെ ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ രോഗികളായിട്ട് ഓരോ പുതിയ പുതിയ രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ച് വരുത്തിയിടും. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന എങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കഞ്ഞി ചമ്മന്തി അല്ല കഴിക്കണത്, നമ്മൾ വല്ല അൽഫാമോ അല്ലെങ്കിൽ അതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഫുഡുകളാണ് ആ സമയത്ത് കഴിക്കുന്നത് അല്ലേ? അത് കഴിച്ചിരിക്കുക, വർത്തമാനം പറഞ്ഞ് വെടിയും പറഞ്ഞിരിക്കുക അല്ലേ? അതാണ് ഇപ്പോൾ നൈറ്റ് ലൈഫ്. അങ്ങനെയൊക്കെ രസമൊക്കെയാണ്, പക്ഷേ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആവും. പക്ഷേ അത് റെഗുലറായിട്ട് നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രോഗത്തിനെ ക്ഷണിച്ച് വരുത്തുന്നതിന് തുല്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതും യുവതലമുറക്കുള്ള ഒരു മെസ്സേജാണ്.